ഒരു കാര്യം ചെയ്താലോ പക്ഷേ നമുക്ക് ഇത് എഴുതുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം പരിചയപ്പെടുത്താം. അങ്ങനെ ആകുമ്പോൾ എന്താവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഇനിയിപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളുടെ നാടുകളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചോദിച്ച് വാങ്ങാം കേട്ടോ എന്തായാലും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹബീബി പിന്നെ കോഴിക്കോടാണുള്ളത്, കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തി ബിൽസ് അല്ലേ. എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ അത്തറിൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത്തറിൻ്റെ ഉസ്താദന്മാരുണ്ട് ഇവിടെ, ഇതാ റബി ഉസ്താദ്, അതുപോലെ ഇതാ നിങ്ങൾ വരുന്നതിനോ ഫാദുൽ റഹ്മാൻ. മൂപ്പരെല്ലാം കുറച്ച് കാലമായിട്ട് ഇതിൽ കളിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൈ കുത്തുന്നേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് അത്ര ഇതുവരെ ഒഴിച്ചു കൊടുത്ത പരിചയം പോലും ഇല്ല. ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമ്മളത് കൃത്യമായി പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ഞാൻ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ എങ്ങനെ യാത്ര ചെയ്യും, പിന്നെ അതിൻ്റെ ഒരു പെട്രോൾ എക്സ്പെൻസും അതുപോലെ നമ്മുടെ ഫുഡ് എക്സ്പെൻസൊക്കെ എങ്ങനെ എന്ത് ചെയ്യും മാനേജ് ചെയ്യുന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പെർഫ്യൂം സെയിൽ ചെയ്യുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നെത്തുന്നത്. അപ്പോൾ ബോട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്യണം. പിന്നെ ഇവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ റബീസ് എന്തൊന്നും മിണ്ടാത്തേ, നിങ്ങൾ പഠിപ്പിച്ചു തരൂലേ ആ അപ്പോൾ ഇവരിൽ നിന്ന് അതൊക്കെ പഠിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സമയം വൈകി ഇവർ കടകളൊക്കെ അടച്ചിട്ട് അൽഹംദുലില്ലാ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ഇവരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. എന്താണ് ഫാദുൽ സാർ വീട്ടിൽ പോകണ്ടേ, ഇത് കഴിഞ്ഞിട്ടേ പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് ഇനി കുറച്ച് സാധനം കൂടി വരാനുണ്ട്. ഇനി തിരുവനന്തപുരം മുതൽ ഏകദേശം കണ്ണൂർ കാസർഗോഡ് എത്തുമ്പോൾ ഏകദേശം ഒരു 4 മാസമാണ് ഞാൻ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലൂടെ ഞാൻ വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ ബോട്ടിൽ അത്തറിനായി കാത്തിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ സെറ്റ് ചെയ്യല്ലേ റബീസേ. ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ, ഇനിയിപ്പോൾ അത്തർ ഒഴിക്കുക, അതിൻ്റെ പേര് എഴുതാം അല്ലേ. നമ്മളതിൽ ഇപ്പം നിലവിൽ സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം 36ഓളം പിന്നെ പെർഫ്യൂംസാണ്. മറിയുണ്ട്, അടിപൊളിയല്ലേ. പിന്നെ മൂപ്പര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇത് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് മൂപ്പര് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അൽഹംദുലില്ലാ എന്തായാലും സന്തോഷമുണ്ട്. പിന്നെ അപ്പോൾ എന്താ പറയുക, എല്ലാം അങ്ങനെ 36 ഐറ്റംസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം, ഓരോന്ന് തരംതിരിച്ച് ഓരോ ബോട്ടിലേക്ക് മാറ്റി ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് പരിപാടി. അങ്ങനെ ബിസ്മിയും കൂട്ടിയിട്ട് ആദ്യ കുപ്പിക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെ ഇതിലെന്താണ് ഒഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ എഴുതാണ് കേട്ടോ. ബിസ്മില്ല. ആദ്യത്തേത് മറിയം, ഓക്കെ മറിയം. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ചെയ്താലോ പക്ഷേ നമുക്ക് ഇത് എഴുതുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ഐറ്റംസുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം പരിചയപ്പെടുത്താം. അങ്ങനെ ആകുമ്പോൾ എന്താവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഇനിയിപ്പോൾ നമ്മളിത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളുടെ നാടുകളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ചോദിച്ച് വാങ്ങാം കേട്ടോ എന്തായാലും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 36 ഐറ്റംസാണ് ഉള്ളത്. അതിൽ ഒന്ന് സബായ, പിന്നെന്താ ലൗലി, ബ്ലൂ ലേഡി, ജാസ്മിന്, മൈസൂർ സാൻഡൽ, അസീൽ, ഡോവ്, മിക്സ്ഡ് ഫ്രൂട്ടി, പിന്നെ മസ്കരിജാൽ, വെയ്റ്റൂത്, നൂറ, റഷീഖ, ജോർദാന്, കോബ്ര, റോയൽ മാരേജ്, അതുപോലെ ബ്രൂട്ട്, അങ്ങനെ തുടങ്ങി മൊത്തം പറയണം. CR7 ഇതൊക്കെ ട്രെൻഡിങ് ആയിരിക്കുന്ന സാധനങ്ങളാണ് ചെക്കന്മാർക്കിടയിൽ. പിന്നെ കഷ്ക, ഫോഗ്, സനായ, അങ്ങനെ തുടങ്ങി ടോട്ടൽ എന്തിൻ്റെ 36 ഐറ്റംസ് ഉണ്ട് എന്തായാലും ഏകദേശം. പിന്നെ ഇവിടെ ബോട്ടിൽ എന്ത് ചെയ്യണം, എഴുതണം, സമയം എടുക്കും. സമയം ഒരുപാട് വൈകിട്ടുണ്ട്. റബീസ് നമുക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എഴുതുന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങല്ലേ. എനിക്ക് സത്യം പറയാലോ അത്ര ഒഴിച്ച് പരിചയം പോലും ഇല്ല. ഇൻഷാ അല്ലാ എല്ലാം റെഡിയാവും. മറിയം ഞാൻ എന്താണ് ആദ്യ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ
അപ്പോൾ അങ്ങനെ ഇനി എന്ത് ചെയ്യണം, ഓരോ ബോട്ടിലിൽ ഒഴിക്കണം. ഒരു പീസ് വെക്കോ എന്താ പിന്നെ നെക്സ്റ്റ് എന്താ കഴിക്കാം? കഴിക്കണ്ടേ? ഷനായി എടുക്കല്ലേ? സ്റ്റിക്കർ എടുക്കട്ടെ. ഇതാണ് കേട്ടോ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ. എന്താ പേര് എന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയും ഡീറ്റെയിൽ ആയിട്ട്. ഷനായ. ഒരു കാര്യം ചെയ്താലോ, ഇത് പിന്നെ മൊത്തം ഇങ്ങനെ പേര് എഴുതിയാലോ? ഇതിൽ ഈ ഓരോന്നിൽ എഴുതാനായിട്ടല്ലേ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെ പേര് എഴുതാം, എന്നിട്ട് ഓരോന്നോരോന്ന് പറിച്ചൊട്ടിക്കുമ്പോൾ അന്നേരം തന്നെ ഒഴിക്കാം. അടിപൊളിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ചെയ്യാം. ഞാൻ എഴുതട്ടെ? നിങ്ങളെന്നാൽ ഞാൻ എഴുതിയിട്ട് ഞാൻ ഒട്ടിച്ചാൽ നിങ്ങൾ ഒഴിച്ചാലും മതി. അടിപൊളിയല്ലേ? ടൈറ്റ് ആണല്ലോ അല്ലേ? അല്ലേ? പിന്നെ ഏതാ? ബ്ലൂ ലഡി. ഊത് ലാവണ്ടർ. ഊത് ലാവണ്ടർ. മൊത്തം ലാവണ്ടറാ? പിന്നെ മൈസൂർ സാൻഡൽ. ഫോൺ അതാ അവിടെ ലിസ്റ്റ് നോക്കി ചെയ്താൽ മതി അല്ലേ? ആ പറ്റുമോ? നിങ്ങളോട് ചോദിക്കണ്ടല്ലോ. അല്ല നിങ്ങൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എഴുതിയിട്ട് ബുക്ക് എങ്ങനെയാണ് അല്ല സ്റ്റിക്കർ ഒട്ടിക്കാം ചോദിച്ചാൽ മതി. ഷനായിൻ്റെ മസ്കരിച്ചാലി കേട്ടോ. ഒട്ടിക്കുന്നില്ലേ? മണിക്കൂറുകൾ പിന്നിട്ടു റബീൻ്റെല്ലോ. പിന്നെ കണ്ണിൽ ഉറക്കുകൾ ഇങ്ങനെ മിന്നാമിനി കാണുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കാലിയായി കേട്ടോ. കുറേ ഒഴിച്ച് ഇനി കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞല്ലേ? സമയം കൂടി നോക്കിയാൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയി. അത്ര ഇല്ല, 10:35. എത്ര മണിക്കാണ് തുടങ്ങി? 8 മണിക്കാണ്. 8 മണി 8:30. 9 അത് 2 മണിക്കൂർ ആയിട്ടേ ഉള്ളൂ അല്ലേ? അതിൻ്റെ പ്രശ്നമില്ല. കാല് കിടച്ചൽ. നിങ്ങൾ മസ്ജിദ് സാഹിബ് അല്ലേ? അവിടെ പോകും. നമ്മളിപ്പോൾ ഏതാ വെച്ചാൽ ഇത് ഇതിൻ്റെ കോബ്ര ഒന്നുള്ളൂ. കോബ്ര അല്ലേ? 2 ഇതെല്ലാം വെച്ചല്ലേ? കാല് പോട്ടില്ല. ഓക്കെ, ഇതെല്ലാം വീക്കാണല്ലേ? കുറച്ച് ബോട്ട്. ഓക്കെ ഹബീബി അൽഹംദുലില്ലാ. ഇതാ സമയം 12 കാണിച്ചേ. ടൈം 12:04. 12:04 മാഷാ അല്ലാഹ്. ഇപ്പോഴാണ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ കേട്ടോ. റബി ഉസ്താദ് വീട്ടിൽ തന്നെ പോകാണ്ട് നമ്മുടെ കൂടെ ഉണ്ടായെന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഇതുണ്ടല്ലേ ബഹൂർ ഐറ്റംസ്, പിന്നെ അതുപോലെ പെർഫ്യൂം, ബോട്ടിൽസ്, പിന്നെ ഫ്രെയിമുകളുണ്ട്. അത് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ എന്താ പറയുക, ഹോം മെയ്ഡ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ നല്ല നല്ല ഫ്രെയിമുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് കയറ്റണം. ബോട്ടിലുകളാണ്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.
ഇനി അടുത്ത വിശേഷങ്ങളായി നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.